എൻ്റെ മോനും മോളും കൂടി അതാ അവിടെ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും പ്രകൃതി ഭംഗി എങ്ങനെയുണ്ട്? ഹലോ ഫ്രണ്ട്സ്, വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു വയനാടൻ ഫുഡ്, അതായത് ബോട്ടിക്കറിയും കപ്പ പുഴുക്കും. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കുര്യൻ, പിന്നെ എൻ്റെ ഇളയ മോൻ്റെ ഭാര്യാപിതാവ്, പിന്നെ ഇതാണ് എൻ്റെ ഇളയ മോൻ. ഞങ്ങൾ 4 പേരും, പിന്നെ എൻ്റെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളൊക്കെ കൂടെയുണ്ട്. എന്നാൽ ഞങ്ങൾ തുടങ്ങട്ടെ. ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ബോട്ടി നല്ല ശുദ്ധമായ ജലത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. അതേപോലെ തന്നെ നമുക്ക് കപ്പ അത് പൊളിച്ച് കൊത്തി നുറുക്കി അതും കഴുകിയെടുത്ത് നമുക്ക് രണ്ടടുപ്പത്തായിട്ട് നമുക്ക് വെക്കാം. കണ്ടോ, എൻ്റെ മക്കളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. വിറക് കൊണ്ടുവരാനും അടുപ്പ് കൂട്ടാനും കപ്പ നുറുക്കാനും എല്ലാത്തിനും കൂടെ. അപ്പോഴേ നമ്മളീ നിൽക്കുന്ന പുഴ ഇത് വളരെ ചതിയനാണെന്ന് പറയുന്നത്. ഏത് സമയത്ത് മലവെള്ളപ്പാച്ചിൽ വരുന്നതെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. പലവട്ടവും ഇവിടെ പലരും മുങ്ങി മരിച്ചിട്ടുണ്ട് വെള്ളം വന്നിട്ട്. നമ്മളിവിടെ വളരെ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ അടുത്തുള്ള നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അറിയാം, അവർക്കറിയാം ഇവിടുത്തെ പിന്നെ ഏത് സമയത്ത് മഴ പെയ്യുമെന്നും ഏത് സമയത്ത് വെള്ളം വരും എന്നൊക്കെ അറിയുന്നത് കൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് അത്ര കവറാക്കിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ കപ്പ കഴുകുകയാണ്. നല്ല ശുദ്ധമായ ജലമാണ് കേട്ടോ. ആരും വിഷമിക്കൊന്നും ചെയ്യരുത്. ഈ പിന്നെ പുഴയിലെ വെള്ളത്തിലാണോ ഇത് ചെയ്യുന്നതെന്ന്. ഇത് മലയിൽ നിന്ന് വയനത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. കാരണം നമ്മുടെ കിണർ വെള്ളത്തെ കഴിഞ്ഞും അത്ര ശുദ്ധമായ വെള്ളം ഇത് കുടിച്ചെന്നോർത്ത് വെറും കോരി കുടിച്ചാലും നമുക്ക് യാതൊരു ദോഷമില്ലാത്ത അത്ര ശുദ്ധമായ ജലമാണ്. പിന്നെ നമ്മളിവിടെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറക് നമ്മുടെ ഈ പരിസരങ്ങളിൽ നിന്ന് ശേഖരിച്ചതാണ്. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വിറക് നമുക്ക് ആവശ്യാനുസരണമുണ്ട്. അതുകൊണ്ട് വിറകിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഹലോ ഗൈസ്, അതായത് നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷനല്ല. ഇതാ ഞങ്ങളിത് കപ്പ റെഡിയാക്കി അതിനുള്ള മസാലകൾ അരിഞ്ഞു വെച്ചു. ബോട്ടി ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എൻ്റെ പരിസരത്തോടെ. അവരെല്ലാവരും എനിക്ക് കൊണ്ട് ഫുൾ കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. അന്നേരം ഞാനിപ്പം ആദ്യത്തെ പടിയായിട്ട് ഞാൻ ഈ ബോട്ടിക്കകത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഹലോ ഗൈസ്, അതാ നമ്മൾ ബോട്ടി വേവിക്കാൻ ഇവിടെ അടുപ്പത്ത് കയറ്റി. ഇനി എൻ്റെ മോനും മോളും കൂടി അതാ അവിടെ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ കൂട്ടുകാരെ, ഞങ്ങളിന്നിപ്പം കുറ്റ്യാടിക്കടുത്ത് കടന്തറപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളും കുടുംബാംഗങ്ങളും കൂടി ഞങ്ങളിവിടെ നിന്ന് ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഈ പരിസരങ്ങളും ഇതുണ്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും പ്രകൃതി ഭംഗി എങ്ങനെയുണ്ട്? നമ്മളെ പിള്ളേരൊക്കെ അതാ അവിടെ കളിച്ച് ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നു.
പിന്നെ നമ്മുടെ ബോട്ടി എന്തായി വേവെന്തായി എന്നൊന്ന് നോക്കാം നമുക്ക്. ആയില്ല, ഒരു 15 മിനിറ്റും കൂടെ. ആ സമയത്ത് നമുക്ക് എന്താക്കാം, നമ്മുടെ കപ്പയുടെ വേവൊന്ന് നോക്കാം. കപ്പ എന്തായി നോക്കാം. വാ ഷോയേ. കപ്പ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഊറ്റിയിട്ട് നമുക്ക് എന്താക്കാം, ഇതിനകത്ത് അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതാ ഞാനതിനു വേണ്ടിയിട്ട് പാകപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് തേങ്ങയും മുളകും എല്ലാം കൂടി അരച്ചതാണ് ചേർക്കുക. ചേട്ടാ ഇവിടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നിട്ടൊന്നും കൂടെ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ കപ്പയെല്ലാം പാകമായി. ഞാനിത് അടുപ്പത്തുനിന്ന് വാങ്ങി ഇളക്കാൻ പോവുക. സാഹസികമായിട്ട് എടുക്കണം. അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട്. ഷാൻജി അടപ്പങ്ങി മൂടി വെക്കട്ടെ. ഇനി നമുക്കേ നമ്മുടെ ബോട്ടിക്ക് വെന്തുകൊണ്ടിരിക്കുന്ന ബോട്ടിക്കുള്ള മസാലകൾ തയ്യാറാക്കാൻ നമുക്ക് അടുത്ത അടുപ്പിൻ്റെ അടുത്തോട്ട് പോവാം. ബോട്ടിക്കുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 1/2 കിലോ സവാള നമ്മളൊന്ന് വറുത്ത് കോരിയെടുക്കാൻ പോവുകയാണ്. കുറച്ച് ഉപ്പിട്ടു. അത് നമ്മുടെ കുറച്ച് ഉപ്പിട്ടു. കാരണം എന്താ പറയുക, നമ്മുടെ ഉള്ളി പെട്ടെന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ അടുത്ത മസാലക്കൂട്ടുകളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ഉള്ളി ഏറെക്കുറെ ഒരു ചുവന്ന പരുവത്തിലെത്തി. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി പേസ്റ്റ് ഇത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പോകണം. ഹലോ ഗൈസ്, നമ്മളുടെ ബോട്ടി വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടിയായിട്ട് നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ്. അതിൻ്റെ അകത്തോട്ട് വാട്ടി വെച്ച ഉള്ളിയും ഇഞ്ചിയും
കറിവേപ്പില, പച്ചമുളക് അവയെല്ലാം ഇതാ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. കാരണം ഇത് ചെറിയ പാത്രത്തിലാണ് നമ്മൾ വാട്ടിയെടുത്തത്. ഫസ്റ്റിൽ കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി 1 ടീസ്പൂണ്, 1.5 ടീസ്പൂണ്, ഗരം മസാല 2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി 2 ടീസ്പൂണ്, നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ച ബോട്ടി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിയും നമ്മുടെ മസാലയെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്ക് ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നമുക്ക് സമയം ആകപ്പാട് സന്ധ്യയായി, അതുകൊണ്ട് നമുക്കിനി ഇപ്പം അധികം ദീർഘിപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇനി ഈ മല കയറി അപ്പുറം എത്തണം. അന്നേരം നമ്മൾ പരമാവധി ഇത് വേഗം നോക്കുവാണ്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളുടെ ബോട്ടിക്കറിയും കപ്പപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ ഞാൻ എല്ലാവരെയും എൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു. ബായോ, അടുത്ത് നമ്മുടെ പപ്പ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.